നമസ്കാരം, ഷെരീഫ്. മറ്റൊരു ബിസിനസ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അഥവാ ഒരു ബിസിനസിന്റെ മൂലധനം നിക്ഷേപം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മൂലധനമാണ് അഥവാ ക്യാപിറ്റലാണ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിമിതമാകുന്നതോടുകൂടി ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ താറുമാറാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ബിസിനസ്സിൻ്റെ ആവശ്യമായ മൂലധനം നിങ്ങൾക്ക് സ്വരൂപിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാവുള്ളൂ. അല്ലാതെ ബിസിനസ് ചെയ്ത് പണം കിട്ടി അതിൽ നിന്നുള്ള ലാഭത്തിൽ നിന്ന് ഈ ബിസിനസ് റൺ ചെയ്യാമെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ബിസിനസ് ആരംഭിക്കുമ്പോൾ നിങ്ങൾ പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും? ബിസിനസ് കോൺസെപ്റ്റ് കണ്ടെത്തുന്നത് മുതൽ ബിസിനസ്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ രൂപം കൊടുക്കുന്നതും അതിൻ്റെ ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, സെയിൽസ് സ്ട്രാറ്റജികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതും, പിന്നീട് ഒരു 6 മാസം മുതൽ 1 വർഷം വരെ ആ ബിസിനസ്സിന് റൺ ചെയ്യാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വരെ ഈ ഒരു നിങ്ങളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ കാണേണ്ടതുണ്ട്. ഇത്രയും പണം നിങ്ങൾക്ക് മുടക്കാനില്ലാത്ത ഒരു ബിസിനസ് നിങ്ങൾ ആരംഭിക്കുമ്പോൾ ആ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവും. നിങ്ങൾക്ക് ലഭ്യമാകേണ്ട ബിസിനസ്സുകളുടെ തോത് കുറയും. പല സ്ഥലങ്ങളിലും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ നിത്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകേണ്ട ചിലവുകൾക്ക് പോലും നിങ്ങളുടെ കയ്യിൽ പണമില്ലാത്ത സ്ഥിതി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് കസ്റ്റമറുടെ നെഗറ്റീവ് ഫീഡ്ബാക്സ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനക്കാരെ പോലെയുള്ള നിങ്ങൾക്ക് ആവശ്യക്കാരായിട്ടുള്ള നിങ്ങളുടെ ബിസിനസ് ആരിലൂടെയാണോ നടക്കേണ്ടത്, അപ്പം വെണ്ടേഴ്സ് അതേപോലെ ജീവനക്കാർ ഇവരുടെയൊക്കെ കൃത്യമായിട്ടുള്ള ശമ്പളവും പേയ്മെൻറ്റുകളും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയാതെ വരും. ഇങ്ങനെ വരുമ്പോൾ ബിസിനസ്സിൽ പ്രതിസന്ധികൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. ഈ പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ ലോണുകൾ എടുക്കേണ്ടതായിട്ട് വരും. ഈ ലോണുകൾ എടുക്കുന്ന പണം നിങ്ങൾക്ക് തിരിച്ചടവുകൾക്ക് ഉപയോഗിക്കാനുള്ള വരുമാനം ഈ ലോണുകൾ നിങ്ങൾക്ക് നൽകാതെ വരും. കാരണം ഇത് നിങ്ങളുടെ ചെലവുകൾ മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ആ ലോണുകൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് വലിയ ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ തളരും. ആ ബിസിനസ് അത് പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏതൊരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിലും അതിനാദ്യം ആ ബിസിനസ് ആരംഭിച്ച് നിലനിർത്തി 1 വർഷം വരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം വേണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ കണക്ക് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ആ ബിസിനസ്സിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ആദ്യം ഒരു റൂം പോയി എടുക്കും, അതിലേക്ക് കുറച്ച് ഇൻറ്റീരിയറൊക്കെ ചെയ്യാനുള്ള എക്സ്പെൻസ് കൊണ്ടുവരും, പിന്നെ കുറച്ച് സ്റ്റോക്ക് കൊണ്ടുവരും, പിന്നെ അവിടെയുള്ള സ്റ്റാഫിനെ നിയമിച്ച് ബിസിനസ് അങ്ങ് ആരംഭിച്ച് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന ലാഭം കൊണ്ട് ആ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാമെന്നാണ് പ്രതീക്ഷിക്കുക. പക്ഷേ ആദ്യമായിട്ട് ആരംഭിക്കുന്ന ബിസിനസ്സുകളിലേക്കൊന്നും അത്രത്തോളം ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്ത് വന്നോളണമെന്നില്ല. ചിലപ്പോൾ തുടക്കത്തിൽ 1 മാസമൊക്കെ നല്ല ബിസിനസ് ഉണ്ടാവാം, പിന്നീട് ആ ബിസിനസ് കുറഞ്ഞു വരികയും പിന്നീട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത രൂപത്തിലുള്ള തടസ്സങ്ങൾ നേരിടുകയും ചെയ്യും. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് വേണം? റിസർവ് മണിയായിട്ട് നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ആ പണത്തിൽ നിന്നെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുവാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയണം. കാരണം ആദ്യം നിങ്ങൾ ഉപയോഗിക്കുന്ന പല സ്ട്രാറ്റജികളും ഒന്നും ഈ ബിസിനസ്സിൽ ചിലപ്പോൾ അത്രത്തോളം സക്സസ് ആയിക്കൊള്ളുന്നില്ല. അപ്പം മറ്റൊരു സ്ട്രാറ്റജി ഉപയോഗിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള എക്സ്പെൻസ് വരേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഇങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ വരുമ്പോൾ ബിസിനസ് ആദ്യത്തിൽ തന്നെ എന്ത് ചെയ്യും? വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകും. അപ്പോൾ നിങ്ങൾ മറ്റുള്ളയിടത്തുനിന്ന് കടം വാങ്ങും. ആ കടം വാങ്ങിയ പണം ഇതിലെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. കടം വാങ്ങിയ ആൾ ചോദിക്കുമ്പോൾ ബിസിനസ്സിൽ നിന്ന് എടുത്തു കൊടുക്കും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഇന്നത്തെ ബിസിനസ് വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു. മറ്റു നല്ലൊരു ബിസിനസ് വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബിസ് ബ്രാൻഡ് ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താങ്ക്